ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കോട്ടയം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കഴിഞ്ഞാൽ ശക്തമായ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നിലവിലുള്ള മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം, പ്രത്യേകിച്ചും നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അസീസ് ബെഡായിൽ, അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ റഫീഖ് മണിമല, അഷ്റഫ് കാക്ക ഉൾപ്പെടെയുള്ളവരുടെ ഒരു ശക്തമായ നേതൃത്വത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് കോട്ടയം ജില്ലയിൽ അതിൻ്റെ ശക്തമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ പൂഞ്ഞാർ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പൂഞ്ഞാർ കോൺസ്റ്റിറ്റ്യുവൻസി ഇന്ന് നമ്മുടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞാൽ അടുത്ത ശക്തമായ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭ കാലങ്ങളായിട്ട് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. പിന്നെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ, പഞ്ചായത്തുകളിൽ എല്ലാം ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കുവാൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ ഇവിടുന്ന് മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, പഞ്ചായത്തുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിച്ചു. നമ്മുടെ പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അങ്ങനെ നിരവധി പോസ്റ്റുകൾ വഹിക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം നമുക്ക് മത്സരിക്കുന്നില്ല എങ്കിൽ, അവർക്ക് ഡിമാൻഡില്ല എങ്കിൽ, തീർച്ചയായിട്ടും അടുത്ത ഡിമാൻഡുള്ള പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ശക്തി ഉള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പോൾ അവിടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ തീർച്ചയായിട്ടും മത്സരിക്കാൻ സാധ്യതയുള്ള വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. പിന്നെ ഇതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് നമുക്ക് യാതൊരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങളും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെയുള്ള നേതൃനിരയാണ് ഇതിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ള ഒരു കർശനമായ നിലപാട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് പറയേണ്ടത് നമ്മുടെ സംസ്ഥാന നേതൃത്വം തന്നെയാണ്. പിന്നെ കോൺഗ്രസിന് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് അർഹമായ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പം നമുക്ക് എന്തുകൊണ്ടും അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്വാഗതാർഹമായ കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്.